ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഡിഷ് പാൽ കപ്പയാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. ചെമ്മീൻ കറി, മീൻ കറി, കപ്പ കോമ്പിനേഷൻ അടിപൊളിയാണ്. ഇതിനായി ആദ്യമേ തന്നെ ഒരു 300 ഗ്രാം കപ്പ, നല്ല ഫ്രഷ് കപ്പ നോക്കി സെലക്ട് ചെയ്യാൻ നോക്കണം. അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലെ നാരെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഒരു പാനിലോട്ട് പകർത്തിയിട്ടുണ്ട്. അത് നേർക്ക വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി വേവിക്കുക. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ വേണം ഇത് നന്നായി വെന്ത് കിട്ടാനായി. ഇപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി വെന്ത് കഴിയുമ്പോൾ അധികമുള്ള വെള്ളം ഡ്രെയിൻ ചെയ്ത് ഊറ്റി കളയുക. അതിനുശേഷം അതൊരു മറ്റൊരു പാനിലോട്ട് പകർത്തുക. പകർത്തിയ കപ്പക്കൂട്ടിലേക്ക് ചുമന്നുള്ളി 5-6 ആവശ്യത്തിന് ഗ്രീൻ ചില്ലി ചതച്ചത്, കറി ലീവ്സ്, ജിഞ്ചർ പേസ്റ്റ് 1 ടീസ്പൂൺ എല്ലാം ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ കൂട്ടിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ്. 1-ാം പാൽ 2-ാം പാലൊന്നും മാറ്റില്ല. 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി തിളപ്പിച്ച് അതിൽ കിടന്ന് വറ്റണം. ഇടയ്ക്ക് ഓരോ കഷ്ണങ്ങൾ വേണമെങ്കിൽ ഉടച്ചു കൊടുക്കാം. ഇതും ഏകദേശം ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ വേണം. അപ്പോഴേക്കും ഉടഞ്ഞ് എല്ലാ കഷ്ണങ്ങളും ഉടയ്ക്കേണ്ട, ചിലത് മാത്രം ഉടച്ചാൽ മതി. നന്നായിട്ട് കുറുകി നല്ലൊരു സ്റ്റേജിൽ നമുക്ക് കിട്ടുന്നതാണ്. കുറച്ച് വെള്ളം അതിനകത്ത് തേങ്ങാപ്പാൽ കാണണം, എങ്കിലാണ് കഴിക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. സാധാരണയായി ഇത് ഫ്രൈ ഐറ്റംസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ചിക്കൻ, ബീഫ്, ചെമ്മീൻ കറി, മീൻ വറ്റിച്ചത് ഒക്കെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. കപ്പ കോമ്പിനേഷൻ അടിപൊളിയാണ്. സൈഡ് ഡിഷായും മെയിൻ ഡിഷായും ഇത് പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേശ്ശെ കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി വറ്റിച്ച് നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതാണ്. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് മാറ്റി വെച്ച് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിന് ശേഷം ചുമന്നുള്ളി എരിഞ്ഞ് വറുത്ത് കറി ലീവ്സും ചുമന്ന ചില്ലിയും ഇട്ട് നമുക്ക് അലങ്കരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോഴെല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കപ്പക്കൂട്ടിലോട്ട് പകർത്തി ഡെക്കറേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മുടെ പാൽ കപ്പ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ